എന്തായാലും ഇന്നേ ദിവസം ഒരുപിടി സർപ്രൈസുകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. കാരണം എമ്പുരാൻ എന്ന സിനിമ വരാൻ പോവുകയാണല്ലോ. അതിനൊപ്പം ഈ സർപ്രൈസുകൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തും. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആയി ചിത്രം ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനാണ് ലക്ഷ്യമിടുന്നത്. സിനിമയുടേതായി ഇതുവരെ പുറത്തുവന്ന പ്രൊമോഷണൽ കണ്ടന്റുകൾ എല്ലാം പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നതും. നാളെ റിലീസിനൊരുങ്ങുന്ന സിനിമയ്ക്ക് ഒപ്പം മറ്റ് ചില സർപ്രൈസുകളും ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മലയാളികൾ കാത്തിരിക്കുന്ന ഒരുപടി സിനിമകളുടെ ട്രെയിലറുകൾ എമ്പുരാനൊപ്പം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ തന്നെ ചിത്രമായ തുടരും ഇന്ന് ചിത്രത്തിന്റെ ട്രെയിലറും ഇറങ്ങി. അതാണ് ആദ്യ സർപ്രൈസ്. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവർ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. അതുതന്നെയാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ട്രെയിലറിൽ പറയുന്നത് പോലെ ടാക്സി തന്നെയാണ് ഈ ചിത്രത്തിലെ മെയിൻ വിഷയം. പിന്നെ മോഹൻലാലും ശോഭനയുമായുള്ള കെമിസ്ട്രി, ഒപ്പം തരുൺമൂർത്തി എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെക്കുന്ന ചില ഗംഭീര മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു പെർഫെക്റ്റ് ഫാമിലി ഡ്രാമ ചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് പോകുന്ന മോഹൻലാൽ ചിത്രം. ആ പഴയ മോഹൻലാലിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന സംഭവമാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്കതെല്ലാം വ്യക്തമാകുകയും ചെയ്യും. കൂടുതലൊന്നും പറയണ്ട, ഷുവർ ഷോട്ട് ഹിറ്റടിക്കും എന്ന് ഉറപ്പുള്ള ഒരു ചിത്രമാണ് തുടരും എന്നത് ഈ ഒരു ട്രെയിലർ നമുക്ക് വ്യക്തമാക്കി തരുന്നു. പിന്നെ മോഹൻലാൽ പറഞ്ഞതുപോലെ ദൃശ്യം പോലൊരു സിനിമയാണ് എന്ന് പറയുന്നതിലും എന്തൊക്കെയുണ്ടോ എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്കും ട്രെയിലർ സഞ്ചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മികച്ച സിനിമ തന്നെ ആയിരിക്കും തുടരുമെന്ന് പറയാൻ കഴിയും ഇപ്പോൾ. അത് കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എംബ്രാനൊപ്പം സർപ്രൈസ് നൽകാൻ എത്തുന്നത് നസ്ലൻ ചിത്രമായ ആലപ്പുഴ ജിംഖാനയാണ്. ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങി. തുടരുമെന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയ അതേ സമയത്തിൽ തന്നെയാണ് ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലറും എത്തിയത്. ഷുവർ ഷോട്ട് ഇറ്റടിക്കുന്ന ന്യൂ ജനറേഷനെ കുത്തിനിറയ്ക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. നസ്ലനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചിത്രം. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ ആലപ്പുഴ ജിംഖാനയ്ക്ക് മേൽ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആ പ്രതീക്ഷ ഒട്ടും കുറയ്ക്കേണ്ട എന്ന് തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ വ്യക്തമാക്കുന്നു. നസ്ലൻ, ഗണപതി, ലുക്മാൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബോക്സിംഗ് പശ്ചാത്തലമായി ഒരുക്കിയിരിക്കുന്ന സിനിമയിൽ നിറയെ ഹ്യൂമറും ഉണ്ടെന്ന സൂചനയാണ് ട്രെയിലർ നൽകിയിരിക്കുന്നത്. നസ്ലന്റെ സ്വതസിദ്ധമായ ആ ഒരു ഹ്യൂമർ ടച്ചിലേക്ക് ചിത്രം സഞ്ചരിക്കുന്നുണ്ട്. ഇത് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. കോളേജ് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കാനായി സംസ്ഥാനതല കായികമേളയിൽ ബോക്സിംഗ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് +2 വിദ്യാർത്ഥികളുടെ തമാശ നിറഞ്ഞ കഥയാണ് സിനിമ പറയുന്നത് എന്നാണ് സിനിമയെക്കുറിച്ച് ഖാലിദ് റഹ്മാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മളെ ചിരിപ്പിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ട്രെയിലറിലെ അവരുടെ പ്രകടനങ്ങൾ മികച്ചതാണ്. ഒപ്പം ചിത്രത്തിലെ ആക്ഷനും. ചിരിച്ചുകൊണ്ട് ഒരു ആക്ഷൻ സിനിമ നമുക്ക് കാണാൻ കഴിയും എന്നത് ഉറപ്പിക്കുകയാണ്. ഷുവർ ഷോട്ട് ഹിറ്റടിക്കുന്ന മറ്റൊരു ചിത്രത്തിന്റെ ട്രെയിലറായി മാറി ആലപ്പുഴ ജിംഖാന. അതിനൊപ്പം മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക എന്ന ചിത്രത്തിന്റെ ട്രെയിലറും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകുന്നേരമേ നമ്മുടെ മുന്നിലേക്ക് ട്രെയിലർ എത്തുകയുള്ളൂ. ഇതുകൂടാതെ ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലറും എമ്പുരാനൊപ്പം എത്തുന്നുണ്ട്. വലിയ സർപ്രൈസിലാണ് എമ്പുരാനൊപ്പം ഇവരൊക്കെ കൊണ്ടെത്തിക്കുന്നതും. എമ്പുരാനൊപ്പം ആകുമ്പോൾ സകല പ്രേക്ഷകരും കാണുമല്ലോ, ആസ്വദിക്കുമല്ലോ. ഇപ്പോൾ അവതരിപ്പിച്ച 2 ട്രെയിലറും ഷുവർ ഷോട്ട് ഇറ്റടിപ്പിക്കുന്ന സിനിമകളുടേതാകുമ്പോൾ പ്രതീക്ഷകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. അങ്ങനെ എമ്പുരാനൊപ്പവും സർപ്രൈസുകളുണ്ട്. ഈ സർപ്രൈസുകൾ അവിടെ നിൽക്കുമ്പോൾ എമ്പുരാനിൽ ഒളിഞ്ഞിരിക്കുന്ന സർപ്രൈസുകൾ അന്വേഷിച്ചാണ് പലരും നടക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ബോക്സ് ഓഫീസിലും സർപ്രൈസുകൾ നൽകിക്കൊണ്ടാണ് കടന്നുവരവ്. ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ എമ്പുരാന്റെ അഡ്വാൻസ് സെയിൽ നടക്കുന്നത്. ഈ അഡ്വാൻസ് സെയിലൂടെ വേൾഡ് വൈഡിൽ ആദ്യ ദിവസം 50 കോടി എന്ന മാർജിനിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും എമ്പുരാനും ഒക്കെ. 77 കോടിയാണ് ഇതുവരെ വേൾഡ് വൈഡിൽ നിന്നും വീക്കെൻഡ് അഡ്വാൻസ് സെയിലൂടെ എമ്പുരാൻ സ്വന്തമാക്കിയത്. ഉടനെ ചിത്രം 80 കോടി പ്ലസ് കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന വിവരങ്ങൾ. ഇങ്ങനെ നോക്കിയാൽ എമ്പുരാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ചരിത്രമാണ്. ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും ഇതൊക്കെ സ്വപ്നം കാണാം. ബോക്സ് ഓഫീസിനപ്പുറം ഈ സിനിമയിലെ താരങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഡീകോഡ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകരല്ല. കാരണം എല്ലാത്തിലും എന്തൊക്കെയോ സർപ്രൈസുകൾ ഒളിഞ്ഞടപ്പുണ്ട് എന്ന രീതിയിലാണ് അവർ കാണുന്നത്. വൻ ഹൈപ്പിൽ മലയാളികൾ ഒന്നാകെ കാത്തിരിക്കുന്ന സിനിമയാകുമ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ആശീർവാദ് സിനിമാസിന്റെ എക്സിൽ ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ മാർച്ച് 27 നമുക്ക് ബ്ലാക്ക് ഡ്രസ് കോഡ് ആയാലോ എന്നായിരുന്നു ആ ട്വീറ്റ്. നിമിഷ നേരം കൊണ്ട് ഇത് വൈറലായി. സംവിധായകൻ പൃഥ്വിരാജും നടൻ മോഹൻലാൽ ഉൾപ്പെടെ ഈ ട്വീറ്റിന് മറുപടിയുമായി എത്തിയിരുന്നു. ഇതിന് മറുപടിയായി നടൻ ടൊവിനോ തോമസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. മോഹൻലാൽ പോസ്റ്റ് ചെയ്ത "ഞാനുമുണ്ട്, പക്ഷേ ഡയറക്ടർ സാർ, ഞാൻ സ്റ്റീഫനായി വരണോ അതോ ഖുറേഷിയായി വരണോ" എന്ന ട്വീറ്റിനാണ് ടൊവിനോയുടെ മറുപടി. "എനിക്ക് ആകെ വൈറ്റ് കോട്ടേ ഉള്ളൂ, വേണേൽ അത് ബ്ലാക്ക് ആക്കി ഇട്ടുകൊണ്ട് വരാം" എന്നാണ് ടൊവിനോയുടെ കമന്റ്. ഇതിന് പിന്നാലെയാണ് പ്രേക്ഷകർ കമന്റുകളുമായി എത്തിയത്. "പുറകിൽ ഡ്രാഗൺ ഉള്ള കറുത്ത കോട്ടാണോ ബ്രോ? എടാ കള്ള ഡ്രാഗണെ, എല്ലാം മനസ്സിലായി" എന്നിങ്ങനെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. ട്രെയിലറിലുള്ള ഡ്രാഗൺ ചിഹ്നം ധരിച്ച ആ വ്യക്തി ടൊവിനോയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫന് മറ്റൊരു മുഖമുണ്ടെങ്കിൽ ടൊവിനോ അവതരിപ്പിക്കുന്ന ചത്തിനും മറ്റൊരു മുഖം കാണും എന്നൊക്കെയാണ് പലരും പറയുന്നത്. ആരുടെയും സംശയങ്ങൾ മാറുന്നില്ല. പുതിയ പുതിയ സംശയങ്ങളുമായാണ് പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒട്ടുമുക്കാൽ പേരെയും അണിയർ പ്രവർത്തകർ
പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച പുറംതിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരായിരിക്കുമെന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ. ബോളിവുഡ് താരം അമീർ ഖാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന പേര് റിക് യൂണിന്റേതാണ്. കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റിക് യൂൺ. ഇതുകൂടാതെ കോളിൻ ചോയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് പറഞ്ഞതാകട്ടെ എയുടെ അനലിസ്റ്റിക്കിലൂടെയാണ്. ആണ് ഈ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ലുക്ക് വെച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. തൈവാനീസ് നടനും ആയോധന കലാകാരനുമാണ് കോളിൻ ചൗ. മെട്രിക്സിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്.